അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് ഓരോരുത്തർക്കും അറിയുന്ന യാഥാർത്ഥ്യങ്ങളിൽ പെട്ടിട്ടുള്ള ഒന്നാണ് മരണം എന്നുള്ളത്. നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടാവ് തന്നെ പറയുന്നു, ഓരോ നഫ്സും മരണം രുചിക്കും എന്നുള്ളത്. നമ്മൾ ഈ പ്രപഞ്ചത്തിലോട്ട് നോക്കിയാൽ ചെറിയ പുല്ലുകളിൽ വസിക്കുന്ന ജീവികൾ മുതൽ അങ്ങോട്ട് നമ്മുടെ വീടിന് ചുറ്റും നമ്മൾ കാണുന്ന ജീവിവർഗങ്ങളായിക്കോട്ടെ, അങ്ങ് ആകാശത്തിലോട്ട് നോക്കിയാൽ നക്ഷത്രങ്ങളായിക്കോട്ടെ, നമ്മുടെ മനുഷ്യകുലത്തിൽപ്പെട്ട സഹോദരന്മാര് ആരും ആയിക്കൊള്ളട്ടെ, അവരൊക്കെ ഒരു നിശ്ചിത സമയത്തിൽ നിശ്ചിത കാരണത്താൽ മരണം സംഭവിക്കുന്നുണ്ട് അവർക്ക്. ഇതൊരു യാഥാർത്ഥ്യമാണ്. മരണം എന്നുള്ള യാഥാർത്ഥ്യത്തെ ആർക്കും നിഷേധിക്കാൻ സാധിക്കൂല. അതിൽ നിന്ന് ഒളിച്ചോടാനും മരണത്തിൽ നിന്ന് ഒളിച്ചോടാനും നമുക്ക് സാധ്യമല്ല. നമുക്ക് മുമ്പ് എത്രയോ പൂർവ്വപിതാക്കന്മാര്, എത്രയോ സമുദായങ്ങൾ, സമൂഹങ്ങൾ, ജനത ഇവിടെ മരിച്ച് പോയി. അപ്പോ അള്ളാഹു ഒരു ആയുസ് നിശ്ചയിച്ചിട്ടുണ്ട് ഓരോ വർഗത്തിനും. അത് മനുഷ്യകുലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ശരാശരി പ്രായം എന്ന് പറയും. അത് മുമ്പ് കാലങ്ങളിൽ അത് അവൻ്റെ ജീവിത ചുറ്റുപാടും ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുവെ 120 വയസ്സ് എന്നുള്ളത് മനുഷ്യൻ്റെ ഏറ്റവും ഉയർന്ന പ്രായപരിധി എന്ന നിലയിൽ വെക്കുന്നു. നമ്മളിപ്പോൾ ഒരു 60-70 ഇടയിൽ ഒരു ശരാശരി പ്രായം എന്നുള്ള നിലയിൽ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ അത് വെക്കുന്നു. അങ്ങനെ ചില ജീവിവർഗങ്ങൾ ഇത്ര വർഷം വരെ ജീവിക്കും. ഇപ്പൊ ആമ ഇത്ര വർഷം വരെ ജീവിക്കും, ഈച്ച ഇത്ര ദിവസം വരെ ജീവിക്കും. ഇങ്ങനൊക്കെ നമ്മൾ ഓരോ സൃഷ്ടിപ്പിനും അള്ളാഹു ഒരു പരിധി, ഒരു സമയപരിധി വെച്ചിട്ടുണ്ട്. ആ സമയപരിധിക്കുള്ളിൽ തന്നെ അതിന് മരണം സംഭവിക്കാൻ അള്ളാഹു ഓരോ മരണത്തിന് കാരണങ്ങളും അള്ളാഹു വെച്ചിട്ടുണ്ട്. ഈ മരണത്തെ സംബന്ധിച്ച് ഇനി നമ്മൾ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ചില കാര്യങ്ങൾ അതിന് മുമ്പ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് തോന്നുന്നു. അതിനെ കുറിച്ചൊന്ന് പറയാം. അപ്പോൾ 2 നിയമങ്ങളെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള 2 നിയമസംഹിതയെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന് പ്രാപഞ്ചിക നിയമമാണ്, മറ്റൊന്ന് ശരീഅത്തി നിയമമാണ്. ഇത് രണ്ടും ഒരേ വശത്തിലൂടെ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന 2 വ്യത്യസ്തമായ നിയമങ്ങളാണ്. ഒന്ന് പ്രാപഞ്ചികമായിട്ടുള്ള വിധികളും ഒന്ന് ശരീഅത്തി വിധികളും. ശരീഅത്തി വിധിവിലക്കുകളെ സംബന്ധിച്ച് ഇവിടെ നമ്മളിപ്പോൾ സംസാരിക്കുന്നില്ല. നമുക്കറിയാം, അവൻ തന്നെ അതിൽ വിധി കൽപ്പിച്ചിട്ടുണ്ട്. അവനാണ് അതിൻ്റെ വിധികർത്താവ്. 2ൻ്റെയും വിധികർത്താവ് അള്ളാഹു തന്നെയാണ്. ശരീഅത്തി നിയമങ്ങൾ, അതിൻ്റെ വിധിവിലക്കുകൾ നമുക്ക് പഠിപ്പിച്ചു തരാൻ പ്രവാചകന്മാർ വന്നു. അപ്പം നമ്മൾ നന്മയാണെന്ന് കരുതി ചെയ്യുകയും സമൂഹം മുഴുവൻ അതിനെ തിന്മയാണ് എന്ന് വിധി കൽപ്പിക്കുകയും ചെയ്ത ഒരു കാര്യത്തിൽ അള്ളാഹുവാണ് അതിലെ നന്മയും തിന്മയും വിധി കൽപ്പിക്കുന്നത്. അതായത് സമൂഹം മുഴുവൻ തിന്മയാണെന്ന് വിധി കൽപ്പിച്ച കാര്യം അള്ളാഹുവിൻ്റെ പക്കല് നന്മയായിരിക്കും. ഇനി നമ്മൾ നന്മയാണെന്ന് കരുതി ചെയ്തിട്ടുള്ള, സമൂഹം മുഴുവൻ നന്മയാണെന്ന് അത് പറഞ്ഞ സംഭവം ചിലപ്പം അള്ളാഹിന്റെ പക്കൽ അത് തിന്മയായിരിക്കാം. അപ്പോൾ ഒരു കാര്യത്തിൽ അള്ളാഹു ആണ് നന്മയും തിന്മയും അത് വിധി കൽപ്പിക്കുന്നത് അള്ളാഹുവാണ്. നമ്മളിപ്പോൾ ഒരു വ്യക്തിയെ അവൻ മോശക്കാരനാണെന്ന് ചിത്രീകരിക്കും, പക്ഷെ അള്ളാഹു ആണ് അതിൽ വിധി കൽപ്പിക്കേണ്ടത്. അപ്പൊ ഇത് എൻ്റെ ശരീഅത്തി നിയമത്തിൽ പെട്ടതാണ്. അപ്പൊ മറ്റൊന്ന് നമ്മൾ പറഞ്ഞു പ്രാപഞ്ചിക നിയമം. അതെന്താണ് പ്രാപഞ്ചിക നിയമങ്ങൾ? അത് അവൻ്റെ വിധി. പ്രാപഞ്ചിക വിധി എന്താണ്? 2 തരം വിധിയെ സംബന്ധിച്ച്, 2 തരം ശരീഅത്തി നിയമവും മറ്റൊന്ന് പ്രാപഞ്ചിക നിയമവും. 2 ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന 2 വ്യത്യസ്ത വിധികളാണ്, 2 വ്യത്യസ്ത നിയമങ്ങളാണ്. ഇപ്പൊ പ്രാപഞ്ചിക നിയമങ്ങളെ സംബന്ധിച്ച് അടുത്ത വോയിസിൽ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ.
ഇപ്പൊ നമുക്ക് വായു ഓക്സിജൻ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് ജീവൻ നിലനിർത്താൻ സാധിക്കൂല എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു വിധിയാണ്. അള്ളാഹു പ്രപഞ്ചത്തിൽ വെച്ചിട്ടുള്ള അതിന്റെ പ്രാപഞ്ചിക നിയമങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ ഓക്സിജൻ ലഭിക്കാണ്ടിരുന്നാല് നമുക്ക് ജീവൻ നിലനിർത്താൻ സാധിക്കൂല എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു വിധിയാണ്. അപ്പോ ഈ ഓക്സിജൻ ലഭിക്കാണ്ടിരിക്കാന് വീണ്ടും പിന്നീടും അതിന്റെ ഉള്ളിൽ തന്നെ വേറെയും വിധികൾ കിടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് വെള്ളത്തിൽ മുങ്ങിത്താന്നാല് വെള്ളത്തിന്റെ താഴെ നമുക്ക് ഓക്സിജൻ ലഭിക്കൂല. അത് അള്ളാന്റെ വിധിയിൽ പെട്ടതാണ്, വെള്ളത്തിൽ ഓക്സിജൻ ലഭിക്കൂല എന്നുള്ളത്. അതുപോലെ നമ്മള് ഒരു പരിധി വരെ അന്തരീക്ഷത്തിനും അപ്പുറം കടന്നു പോയാൽ അവിടെ ഓക്സിജന്റെ സാന്നിധ്യമല്ല, അപ്പോഴും നമുക്ക് ഓക്സിജൻ ലഭിക്കൂല. അപ്പോൾ ഇത് അള്ളാന്റെ നിയമത്തിൽ പെട്ടതാണ്. അപ്പൊ ഓക്സിജൻ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജീവൻ നിലനിർത്താൻ സാധിക്കൂല. അതുപോലെ ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരുപാട് ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ എന്നൊക്കെ പഠിക്കും, അല്ലെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റൈന്റെ എന്താ പറയാ നമ്മുടെ ഇക്വേഷൻസ് പഠിക്കലുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഏതെങ്കിലും സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ചു എന്നൊക്കെ പറയലുണ്ട്. പക്ഷെ അതൊക്കെ അവര് പ്രൂവ് ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് അവര് ഇംപ്ലിമെന്റ് ചെയ്തൊരു കാര്യമല്ല. അവരല്ല നിയമം പ്രപഞ്ചത്തിൽ സ്ഥാപിച്ചത്, അത് അള്ളാഹു വെച്ചിട്ടുള്ള നിയമങ്ങളാണ്. ഇപ്പൊ ഞാൻ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കത്തി കൊണ്ട് കുത്തി, അപ്പൊ എന്ത് സംഭവിക്കും? മുറിവ് പറ്റും. ആ മുറിവിൽ നിന്ന് രക്തം വാർന്നൊഴുകും. രക്തം അധികമായി വാർന്നൊഴുകിയാൽ അവന്റെ ബ്ലഡ് സർക്കുലേഷൻ, അവന് ഹൃദയസ്തംഭനം ഉണ്ടാവും, അവന് ബ്ലഡ് അധികം നഷ്ടപ്പെട്ടാൽ മരണം സംഭവിക്കുക എന്നുള്ള വിധി അവിടെ ഉണ്ടാവും. അങ്ങനെ അവന് മരണം സംഭവിക്കും. അങ്ങനെ പ്രപഞ്ചത്തിൽ നമുക്ക് ഒരുപാട് അള്ളാഹു വെച്ചിട്ടുള്ള അള്ളാഹിന്റെ വിധികള്, നിയമങ്ങള് കാണാൻ സാധിക്കും. അപ്പൊ ഇതാണ് പ്രാപഞ്ചിക നിയമങ്ങൾ, മറ്റത് ശരീഅത്തി നിയമങ്ങൾ. ഇത് രണ്ടും ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള വിധികളാണ്. ഇനി നമ്മള് മനുഷ്യന്റെ മരണത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. മരണം എന്നുള്ളത് മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ റൂഹ് വേർപെട്ടു പോകുന്ന അവസ്ഥ. അവന്റെ ശരീരം പരിപൂർണമായി അവസാനിക്കുകയും അവന്റെ റൂഹിന് പുതിയൊരു ജനനം സംഭവിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഇന്ന് കാണുന്ന മനുഷ്യന്റെ മരണം എന്നുള്ളത്. നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ആ ലിക്വിഡില്, ദ്രാവകത്തിനുള്ളില് നമ്മൾ വളർന്നു. ഉപ്പയുടെ ബീജത്തിൽ തന്നെ ആദ്യമേ നിക്ഷിപ്തമായിരിക്കുന്ന ആ റൂഹ്, ആത്മാവ് 4-ാം മാസം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് നമ്മുടെ ശരീരത്തിൽ ജന്മം കൊള്ളുന്നു. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിക്കുന്നു, അത് ആകാശത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു വന്ന അല്ലെങ്കിൽ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒന്നല്ല, മറിച്ച് അവിടെ നിന്ന് തന്നെ നമ്മുടെ ശരീരത്തിൽ ഉപ്പയുടെ ബീജത്തിൽ നിന്ന് തന്നെ അതിൻ്റെ ഗുണങ്ങളോട്, റൂഹിന്റെ ഗുണങ്ങളോട് കൂടി അത് 4-ാം മാസം ജന്മമെടുക്കുന്ന ഒന്ന്. പിന്നീട് നമ്മൾ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്ന ആ സമയത്ത് നമുക്കൊരു ജനനം ഉണ്ടായി അല്ലേ? അതേസമയം നമ്മുടെ ഗർഭപാത്ര കാലഘട്ടം അവിടെ അവസാനിച്ചു, അതിന് മരണം സംഭവിച്ചു. അതായത് ആ കാലഘട്ടത്തിന് മരണം സംഭവിച്ചു. അതായത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിന് അവിടെ അവസാനം കുറിച്ചുകൊണ്ട് ദുനിയാവാകുന്ന ഉമ്മയുടെ ഗർഭപാത്രം, അത് നമ്മൾ എങ്ങനെയായിരുന്നു? ദ്രാവകത്തിനുള്ളിലായിരുന്നു കഴിഞ്ഞിരുന്നത്, ലിക്വിഡിനുള്ളിലായിരുന്നു. നമ്മൾ ഓക്സിജൻ അല്ല അവിടെ ശ്വസിച്ചത്. നമ്മൾ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഉമ്മയുടെ ഗർഭപാത്രം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ ലിക്വിഡ്, അതിന്റെ സയന്റിഫിക് വേർഡ് കാര്യങ്ങളൊക്കെ നോളജ് ഉള്ളവർക്ക് എടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഞാൻ വോയിസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്നീട് ചോദിച്ചാൽ, പേഴ്സണലായിട്ട് വന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് പറയുന്ന പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്, സയൻസ്. കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മള് ഓക്സിജനും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല.
അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു പ്രാപഞ്ചിക നിയമത്തിൽ നമ്മൾ ശ്വസിക്കണം, എന്താക്കണം, ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവൻ നിലനിർത്താൻ കഴിയുള്ളൂ. പക്ഷെ അവിടെ നമ്മൾ ഓക്സിജൻ അല്ല, അവിടെ നമ്മൾ ഇങ്ങനെ വീങ്ങുന്നത് മൊത്തം ലിക്വിഡാണ്. മൂക്കിലൂടെയും വായിലൂടെയും വീങ്ങുന്നത് മൊത്തം ആ ലിക്വിഡാണ്. ആ ലിക്വിഡിൽ ഉണ്ടായിരുന്ന പോഷകങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ജീവൻ നിലനിർത്തിയത്. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഓക്സിജൻ ശ്വസിച്ചുകൊണ്ട് ജീവൻ നിലനിർത്തുന്ന ഒരു ഘട്ടത്തിലോട്ട്, ദുനിയാവി ഘട്ടത്തിലോട്ട് നമ്മൾ വന്നപ്പോൾ അവിടെ നമ്മുടെ മറ്റൊരു ഘട്ടത്തിന്റെ അവസാനം കുറിച്ചുകൊണ്ട് പുതിയൊരു ഘട്ടത്തിലോട്ട് നമ്മൾ പ്രവേശിച്ചതുപോലെ ഇവിടെ നമ്മുടെ ശരീരത്തെ വേർപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ റൂഹിനുണ്ടാകുന്ന ഒരു പുതിയ ജനനം, ഒരു പുതിയ ലോകത്തോട്ടുള്ള പ്രവേശനം, അതിനെയാണ് നമ്മൾ പൊതുവെ മരണം എന്ന് വിളിക്കുന്നത്. ഇസ്ലാമിക ലോകം, ഇസ്ലാമിൽ അങ്ങനെയാണ് അതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ് വേർപ്പെട്ടിട്ട് റൂഹിനൊരു പുതിയ ജനനം, പുതിയൊരു ജീവിതം, പുതിയൊരു ലോകം അതിന് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതാണ് നമ്മൾ മരണാനന്തര ജീവിതം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് സാഹിബ് ചോദിച്ചിട്ടുണ്ട്, അത് നമുക്ക് പറയാം. അപ്പൊ മരണം എന്നുള്ള സംഭവം ഇങ്ങനെ സംഭവിക്കുന്നു. അതായത് മരണത്തിന് ഓരോ കാരണങ്ങളുണ്ട്. അത് അള്ളാഹു വെച്ചിട്ടുള്ള പ്രാപഞ്ചിക നിയമങ്ങളിൽ പെട്ടതാണ്. അതിന് ഇപ്പോൾ നമ്മൾ ആക്സിഡന്റ് ആകുമ്പോൾ എന്താ, നമുക്ക് അഗാധമായ പരിക്ക് പറ്റുമ്പോൾ നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിലക്കും. ഇപ്പൊ തലച്ചോറിന് പറ്റിയാലോ ഹൃദയത്തിന് പറ്റിയാലോ അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങൾക്ക് പറ്റുന്ന എത്രത്തോളം ഏതുപോലെ നമ്മുടെ ശാരീരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന ശാരീരിക പ്രവർത്തികൾ നിലക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ ശരീരം മരിച്ചു പോകുന്നു. പക്ഷെ അവിടെ ആത്മാവിന് അവിടെ പിന്നെയും ജീവിതമുണ്ട് എന്ന് നമ്മൾ പറയുന്നത് മരണാനന്തര ജീവിതം എന്ന് പറയുന്നു. അപ്പൊ മരിക്കാൻ വേണ്ടി അള്ളാഹു ഒരുപാട് പ്രാപഞ്ചിക നിയമങ്ങൾ വെച്ചിട്ടുണ്ട്, അതിന് കാര്യകാരണങ്ങൾ വെച്ചിട്ടുണ്ട്. അതിന് കൂടുതൽ വിശദീകരിക്കുന്നില്ല, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇത് സംഭവിക്കാൻ അള്ളാഹു ഒരു വ്യക്തിക്ക് ഇങ്ങനെ വിധിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഇവൻ ആക്സിഡന്റ് ആയിട്ട് മരിക്കണം, ഇവൻ തേങ്ങ തലയിൽ വീണ് മരിക്കണം, ഇവൻ വെള്ളത്തിൽ മുങ്ങി മരിക്കണം, ഇവന് ആരെങ്കിലും ഇവനെ കുരിശിൽ വെച്ച് ഇവൻ മരിക്കണം, ഇവന് കത്തിക്കുത്തേറ്റ് മരിക്കണം. ഇങ്ങനെ അള്ളാഹ് വിധിച്ചു വെച്ചിട്ടുണ്ടോ, മുൻകൂട്ടി വിധിച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അങ്ങനെ ഒരു വിധിച്ചു വെക്കുക എന്ന് പറഞ്ഞാല് ഓരോ മരണ കാരണത്തിനും അവിടെ അല്ലാഹു ഒരു വിധി കൊടുത്തിട്ടുണ്ട്. അത് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളത്തിൽ മുങ്ങിയാൽ മരിക്കണം എന്ന് അല്ലാഹു ഒരു വിധി കൊടുത്തിട്ടുണ്ട്. ആക്സിഡന്റ് ആയിക്കൊണ്ട് നമുക്ക് എന്തെങ്കിലും ശാരീരികമായ വലിയ കേടുപാടുകൾ വന്നാൽ നമ്മൾ മരിക്കണം എന്നുള്ളത് അത് ആ ശരീരത്തിന്റെ കേടുപാട് മൂലം നമുക്ക് ജീവൻ നിലനിർത്താൻ സാധിക്കാത്തത് കൊണ്ട് നമ്മൾ മരിക്കുകയാണ്. അതുപോലെ എന്തൊരു കാര്യവും അത് അവിടെ അങ്ങനെയാണ് അള്ളാഹ് വിധി വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ മുങ്ങി മരിക്കണം, നമ്മൾ ആക്സിഡന്റ് ആയിട്ട് മരിക്കണം, ഇങ്ങനെ അള്ളാഹു വിധിച്ചു വെച്ചിട്ടില്ല. അപ്പൊ അള്ളാഹ്ക്ക് ഇതിനെ കുറിച്ച് നോളജ് ഉണ്ട്. അതായത് അള്ളാഹു ഭാവിയും ഭൂതവും വർത്തമാനവും ഒരേ സമയം ഒരേ ദിശയിൽ നിന്നുകൊണ്ട് കാണുന്ന വ്യക്തിയാണ്. അതായത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭാവിയും ഭൂതവും വർത്തമാനവും ഒക്കെ ഓൺ ദ സ്പോട്ട് പ്രസന്റ് ആണ്. അതായത് 2 ലക്ഷം കോടി വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യവും 2 ലക്ഷം കോടി വർഷങ്ങൾക്ക് മുന്നേ സംഭവിച്ച കാര്യങ്ങളും അവന് ഓൺ ദ സ്പോട്ടിൽ അവൻ നോക്കി കാണുന്നുണ്ട്. അതാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം. അങ്ങനെയാണ് അത് നമ്മൾ ഗ്രഹിക്കുന്നതിനെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ ആ സിഫത്തുകൾ മനസ്സിലാക്കുന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ ടോക്കിൽ സംസാരിച്ചത് മുഴുവന്. അപ്പോൾ അള്ളാഹ്ക്ക് ഇവൻ എങ്ങനെ മരിക്കും എന്നുള്ള നോളജ് ഉണ്ട്. പക്ഷെ അവൻ ആ നോളജ് കാരണമല്ല അവൻ മരിച്ചിട്ടുള്ളത്. അവൻ്റെതായിട്ടുള്ള പ്രകൃതി നിയമത്തിൽ മരിക്കാനും ഒരു അള്ളാഹു വെച്ചിട്ടുള്ള കാരണം കൊണ്ടാണ് അവൻ മരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ പ്രാപഞ്ചിക നിയമങ്ങൾ നിലനിൽക്കുക. ഇപ്പൊ നീന്തൽ അറിയാത്തൊരു വ്യക്തി ആഴമുള്ള ഒരു കുളത്തിൽ വീണാൽ മുങ്ങിയാല് ഓക്സിജൻ കിട്ടാണ്ട് അവൻ മരിക്കും എന്നുള്ളത് അള്ളാഹ് വെച്ചിട്ടുള്ള ഒരു ഒരു പ്രാപഞ്ചിക നിയമമാണ്, പ്രാപഞ്ചിക വിധിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ അതൊരു മൂമിനാവുമ്പോ അവിടെ അള്ളാഹു ഒരു ശരീഅത്തി നിലപാട് എടുത്തിട്ടുണ്ട്. ശരീഅത്തി നിയമത്തിൽ ഒരു നിലപാട് എടുത്തിട്ടുണ്ട്. കാരണം അവന് ഷഹീദിന്റെ കൂലി കൊടുക്കുകയാണ്. കാരണം അവൻ മൂമിനായിരുന്നു, അവൻ മരിക്കുകയാണ്. മരിച്ചത് എന്തുകൊണ്ടാണ് അവൻ എങ്ങനെ മരിക്കുന്നത്?
വെള്ളത്തിൽ വീണതാണ്. അവന് മനഃപൂർവ്വം വെള്ളത്തിൽ ചാടിയതല്ല. അവന് നീന്തൽ അറിയാത്ത വ്യക്തിയാണ്. നീന്തൽ അറിയാത്ത വ്യക്തി മനഃപൂർവ്വം വെള്ളത്തിലെടുത്ത് ചാടൂലല്ലോ. കാരണം നീന്തൽ അറിയാത്ത വ്യക്തിക്ക് അറിയാം, ഞാൻ ഈ വെള്ളത്തിൽ വീണാല് എന്താക്കുന്നു, മരിച്ചു പോകുന്ന അവനറിയാം. കാരണം അവന് അള്ളാന്റെ നിയമം അറിയുന്ന ആളാണ്. അപ്പൊ അവന് അതിൽ മുങ്ങി വീഴുന്നത് എന്താണ്, മനഃപൂർവ്വം ആയതല്ല, ആക്സിഡന്റലി സംഭവിച്ച കാര്യമാണ്. അപ്പൊ മൂമിന് അള്ളാഹു വെച്ചിട്ടുള്ള അത്തരം പ്രകൃതി നിയമത്തിൽ ആക്സിഡന്റലി ഒരു മരണം സംഭവിക്കുമ്പോൾ അള്ളാഹ് അവിടെ കൊടുക്കുന്നത് ഷഹീദിന്റെ കൂലിയാണ്. അപ്പോൾ പ്രാപഞ്ചിക നിയമം വേറെയാണ്, ശരീഅത്ത് നിയമം വേറെയാണ്. രണ്ടും ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന അള്ളാഹിന്റെ വ്യത്യസ്തമായ വിധികളാണ്. ഈ വ്യത്യസ്തമായ വിധികളെ കൂട്ടിക്കലർത്താണ്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. അള്ളാഹുവിന്റെ ഈമാൻകാര്യത്തിൽപ്പെട്ട വിധിവിലക്കുകളിലുള്ള നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്നുള്ള ഇങ്ങനെയുള്ള വിധിവിലക്കുകളുടെ കാര്യത്തിൽ നമ്മുടെ മുസ്ലിം ഉമ്മത്ത് പൊതുവെ കൺഫ്യൂഷനിലാണ്. അവർക്ക് ഇതുവരെ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. അപ്പൊ അവിടുത്തെ കുറെ വിഷയങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ മരണത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ഈ ഒരു വിഷയം ഇവിടെ പറഞ്ഞത്. പിന്നെ മരണത്തിന്റെ വേദനയെ കുറിച്ചാണ്. നമുക്കറിയാം, മരിക്കുമ്പോ വേദന, ഇപ്പോ ഒരു ആക്സിഡന്റ് ആവുമ്പോ ആ ആക്സിഡന്റിന് ഒരു വേദന ഉണ്ടാവും. അറിയാലോ, നമ്മൾ കൈ പൊട്ടിയാല്, കാല് പൊട്ടിയാല്, നമുക്ക് കുത്തേറ്റാല് അതിനൊക്കെ ഒരു വേദന ഉണ്ടാവും. നമ്മൾ മുങ്ങി താഴുമ്പോ നമുക്ക് ആ ശ്വാസം കിട്ടാണ്ടുള്ള ആ ഒരു വെപ്രാളം, അത് നമ്മൾ അനുഭവിച്ചവർക്ക് അതറിയാം, അത് എത്രത്തോളം ആ വെപ്രാളപ്പെടുന്നതാണെന്ന്. അപ്പൊ ആ മരണത്തിന് എന്തൊരു കാര്യകാരണമാണോ ഉള്ളത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വേദന ഉണ്ട്. പക്ഷെ മരണത്തിന്റെ വേദന അതല്ല. ഇപ്പോ നമുക്കൊരു കാര്യം അറിയാം, ചില ആളുകൾ കണ്ടിട്ടുണ്ടാ, ഇങ്ങനെ ഒന്നുമില്ല, അവങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് സംസാരിക്കണതിൻ്റെ ഇടയിൽ പെട്ടെന്ന് മരിച്ചു പോകുന്നു. അവൻ അലറുന്നില്ല, വേദനിക്കുന്നില്ല, ഒന്നുമില്ല, ഭയങ്കര ഹാപ്പി ആയിട്ട് മരിച്ചു പോകുന്നു. അല്ല, അങ്ങനെ സംഭവം ഇത് നമ്മളൊരു സ്റ്റോറി പറയല്ല, അങ്ങനെ നടന്നിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ ഉപ്പാന്റെ കാര്യത്തില്, എൻ്റെ ഉപ്പ അതുവരെ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. മരിക്കുന്ന ആ സമയത്ത് തല അനക്കാണ്ട് ഒരു ഭാഗത്തോട്ട് മാത്രം, ഒരു വശത്തോട്ട് മാത്രം ചെരിഞ്ഞു കിടന്നുകൊണ്ട് അനങ്ങാൻ കഴിയാണ്ട് കിടക്കുന്ന ആ വ്യക്തി മരിക്കുന്ന ഓൺ ദ സ്പോട്ടിൽ ഇങ്ങോട്ട് തിരികെയും ഞങ്ങളുടെ മുഖത്തോട്ട് നോക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്ത് മരിച്ചുപോയി. അതുപോലെ പല വ്യക്തികൾ സുജൂദിൽ കിടന്നിട്ട് മരിക്കുന്നു. അവരൊന്നും അലരുന്നോ, അങ്ങനെ എന്താണ് ആ വേദന? ഇങ്ങനെ നമ്മൾ ശരീരത്തിനൊരു വേദന കൊള്ളുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ ആക്സിഡന്റ് ആകുമ്പോഴുള്ള വേദന, കത്തി കൊണ്ട് കുത്തുമ്പോഴുള്ള വേദന, മുങ്ങി മരിക്കുമ്പോഴുള്ള വെപ്രാളം, ഇതൊന്നും ഇല്ലാണ്ടും ആളുകളാണ്ട് മരിച്ചു പോകുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ മുങ്ങി മരിക്കുന്ന വ്യക്തിക്കും ഈ ആക്സിഡന്റ് ആയ ആളുകൾക്കൊക്കെ റൂഹ് പിരിയുന്ന ആ സമയത്ത് അവൻ അനുഭവിക്കുന്ന കാര്യങ്ങളില്ലേ, അത് അവന്റെ ആ ദുനിയാവിക കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അത് ഇപ്പൊ മുങ്ങി മരിച്ചാലായിക്കോട്ടെ, പ്ലേഗ് ഏതെങ്കിലും കൊറോണ വൈറസ് പിടിപെട്ടാണ്ട് അതിന്റെ ദുരിതം അനുഭവിച്ച് മരിച്ചാലായിക്കോട്ടെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള വാർദ്ധക്യം പ്രാപിച്ചുകൊണ്ട്, വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ബാധിച്ചുകൊണ്ട് മരണം, ഇതൊക്കെ അള്ള വെച്ചിട്ടുള്ള, ഞാൻ പറഞ്ഞില്ലേ, അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട അവന്റെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ പറയണൊക്കെ. അപ്പം ആ മരണത്തിന്റെ നമ്മൾ പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ പറയുന്നില്ല, ഏറ്റവും ചെറിയ മരണവേദനയോടുകൂടി മരിപ്പിച്ചു. പിന്നീട് നമ്മുടെ സുന്നി വിശ്വാസികൾ പറയലുണ്ട്, മരിക്കുന്ന വേദന ഏറ്റവും ഭയാനകരമായ വേദനയാണ്. അടിയിലെ നഖത്തിൽ നിന്ന് ഇങ്ങനെ മേൽപോട്ട് ഇങ്ങനെ നമ്മുടെ തൊലി ഇങ്ങനെ ഉരിക്കുന്നത് പോലുള്ള ഒരു വേദനയാണ്. പക്ഷെ നമ്മൾ പൊതുവെ പല സംഭവങ്ങൾ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, മരണങ്ങൾ നമ്മൾ കാണാൻ സാധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ആ മരണവേദന? ആ മരണവേദന എന്താന്ന് വെച്ചാല്, അപ്പോ ആ മരണവേദന നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ് വേർപ്പെടുന്നതോടൊപ്പം അവൻ ഈ ദുനിയാവിക ലോകത്തിൽ നിന്ന് കൂടെയാണ് അവന്റെ ആത്മാവ് വേർപെട്ടു പോകുന്നത്. ജീവിച്ചിരിക്കുന്നവരുടെ ലോകമായിട്ടുള്ള, ശാരീരികമായി ജീവിച്ചിരിക്കുന്നവരുടെ ഈ ജഡിക ലോകമായിട്ടുള്ള ദുനിയാവിക ലോകത്തിൽ നിന്നും ഒരു മറക്കപ്പുറം ആഖിറ ലോകത്തോട്ടുള്ള ആത്മാവിന്റെ പ്രവേശനാണ് അവിടെയാണ് അവിടെ സംഭവിക്കുന്ന ആ മരണവേദന. അത് അനുഭവിക്കുന്നത് യഥാർത്ഥത്തില് ശരീരമല്ല, മറിച്ച് അവന്റെ ആ റൂഹാണ് ആ വേദന അനുഭവിക്കുന്നത്.
അത് എന്ന് പറഞ്ഞാൽ നമ്മൾ മരിക്കുന്ന ഓരോ ആത്മാവും അവൻ ഈ ദുനിയാവിലോട്ട് ജനിച്ചു വീണത് മുതൽ അവൻ്റെ ആ സമയം വരെയുള്ള അവൻ്റെ കൈയും കാലും കണ്ണും മൂക്കും എല്ലാം പ്രവർത്തിച്ചതും അവൻ്റെ ആകെ പ്രവൃത്തിയുടെ ആകെ ഫലമായി ഞാൻ എന്തൊന്ന് നേടിക്കൊണ്ടാണ് ഈ മരണാനന്തര ജീവിതത്തിലോട്ട് പ്രവേശിക്കുന്നത് എന്നുള്ള ഒരു വലിയൊരു തിരിച്ചറിവ് അവിടെ സംഭവിക്കുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന്, പലിശയിൽ അകപ്പെടുന്നത് നിങ്ങൾക്ക് തീയാണ്, പലിശ എന്നുള്ളത് ഒരു തീയാണ് എന്ന് പറയുന്നു. പലിശയിൽ അകപ്പെട്ടുകൊണ്ട് ഒരുപാട് കടബാധ്യതകൾ വരുത്തിക്കൊണ്ട് മരണപ്പെടുന്ന ഒരു വ്യക്തി, അവന് മരണാനന്തര ജീവിതം തന്നെ ചിലപ്പോൾ ആ സമയത്താവും ബോധ്യപ്പെടുക. കാരണം കുറെ നിരീശ്വരവാദികളുണ്ട്, ഒരുപാട് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഇങ്ങനെയുള്ള അല്ലാണ്ട് ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പൊ അവരൊക്കെ മരണാനന്തര ജീവിതത്തിൽ നിഷേധിച്ചിരുന്ന വ്യക്തികളാണെങ്കിൽ പോലും മരിക്കുന്ന ഓൺ ദ സ്പോട്ടിൽ അവൻ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്, മരണാനന്തര ജീവിതം എന്നുള്ളത് സത്യമാണ് എന്നും അവൻ്റെ റബ്ബ് ഒന്നാണ് എന്നുള്ളത്. ഈ ഒരു സമയത്ത് നോക്കൂ, പരിശുദ്ധ ഖുർആൻ പറയാണ്, ഒരിക്കലും തിരിച്ചു നൽകപ്പെടില്ല. ആ നഫ്സുകൾ ചോദിക്കും, ഞങ്ങൾക്കൊരു അവസരം കൂടെ കിട്ടുമോ? എന്തിനാണ് അവൻ അവസരം ചോദിക്കുന്നതെന്ന് അറിയാം? അവൻ്റെ ആ റൂഹിനെ അവൻ വിടുന്നത് വെറും കയ്യോടെയാണ്. ആ റൂഹിനെ വളരാൻ, റൂഹിനെ അടുത്ത്, അത് നമ്മൾ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് പറയുന്ന ഘട്ടത്തിൽ ഇൻഷാ അല്ലാഹ് കബീർ സാഹിബ് അല്ലെങ്കിൽ ഒഴിവുള്ളത് പോലെ നമുക്ക് സംസാരിക്കാം. ആ ലോകത്ത് റൂഹിന് വളരാൻ വേണ്ട ഒരു ഭക്ഷണവും കൊണ്ടല്ല അവൻ പോകുന്നത്. അവൻ കൊണ്ടുപോകുന്നത് മുഴുവൻ തീഗുണ്ടാരാണ്. പലിശയാകുന്ന തീ, കടബാധിതയാകുന്ന തീ, കൊലപാതകം, വ്യഭിചാരം, കള്ളുകൂടി, ഇങ്ങനെ തൗബ ചെയ്യാത്ത അവൻ ഒരുപാട് തീയും കൊണ്ടാണ് അവൻ്റെ ആത്മാവിനെ വിട്ടത്. അവനുണ്ടാകുന്ന വേദന ഒരൊറ്റൊരു ഉദാഹരണത്തിന് സാഹിബ് നമ്മൾ മൊത്തത്തിൽ പറയാണ്, ഇപ്പോൾ എൻ്റെ കാലിന് ഒരു വലിയ മുറിവുണ്ടായി. എനിക്ക് ആ മുറിവുണ്ട്, എൻ്റെ ശരീരത്തിന് ഉണ്ടായ ആ മുറിവ് കാരണമാണോ എനിക്ക് വേദന ഉണ്ടാവുക? അതേസമയം ഞാൻ അതേ സമയത്ത് വലിയ ലക്ഷങ്ങളുടെ പലിശയിൽ അധിഷ്ഠിതമായ കടബാധ്യതയിൽ നിൽക്കുകയാണ്. ഞാനാണെങ്കിലോ മരണത്തിന്റെ വക്കിലുമാണ്. ഞാൻ ഈ പ്രായാസന്നമായിട്ടുള്ള സമയമാണ്, വളരെ അവശനാണ്, എനിക്കിനി ജോലി ചെയ്യാൻ പറ്റില്ല, ഈ കടബാധ്യതകളൊന്നും തീർക്കാൻ പറ്റില്ല. എന്നെ അലട്ടുന്ന വലിയ വേദന, അത് എൻ്റെ ആ കടബാധ്യതയും പലിശയും അങ്ങനെയുള്ള ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയ കുറ്റബോധമാകുന്ന ഞാൻ എന്ത് വിട്ടേച്ചു പോകുന്നു എന്നുള്ള ആ വേദനയാണോ ഏറ്റവും വലിയ വേദന? അതെൻ്റെ കാൽമലുണ്ടായ മുറിയാണോ? ആ മുറി ചിലപ്പോൾ വലിയ മുറിയായിരിക്കാം, പക്ഷെ ഏതാണ് നമ്മളെ തീരാ ദുഃഖത്തിൽ അലട്ടുന്ന വേദന? ഏറ്റവും വലിയ വേദന എന്തായിരിക്കും? അപ്പൊ മരണാസന്നമായിട്ടുള്ള മരണത്തിലൂടെ സംഭവിക്കുന്ന വേദന, മരണവേദന എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്ന്, അള്ളാഹു വെച്ചിട്ടുള്ള പ്രാപഞ്ചിക നിയമം അനുസരിച്ച് ഏതൊരു രീതിയിലാണോ ആ വ്യക്തി മരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വേദന. പക്ഷെ അതല്ലാണ്ട് വലിയൊരു വേദനയും കൊണ്ടാണ് അവൻ മരിക്കുന്നത്. പക്ഷെ സന്തോഷിച്ച് മരിക്കുന്നവരുണ്ട്. അതാരാണ്? അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ തീയൊന്നും അല്ലാണ്ട് നല്ല നല്ല ഭക്ഷണങ്ങൾ. അതാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്, നല്ല വചനത്തെ ഞാൻ നല്ല വൃക്ഷങ്ങൾ കൊണ്ടും ചീത്ത വചനത്തെ ഞാൻ ചീത്ത വൃക്ഷങ്ങൾ കൊണ്ടും ഉപമിച്ചിരിക്കുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നിങ്ങൾ ഇന്ന കനികളിൽ നിന്നും ഭക്ഷിച്ചു കൊള്ളുക, ഇന്ന വൃക്ഷത്തിലെ ഫലം ഒഴിച്ച്. അപ്പൊ ഏതൊരു വൃക്ഷത്തിലെ ഫലമാണോ നിങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അത് കഴിക്കാണ്ടിരിക്കുകയും ഏതെല്ലാം ഫലത്തിലെ ഭക്ഷണം കഴിക്കാമെന്ന് അള്ളാഹു പറഞ്ഞു ആ ഭക്ഷണം കഴിക്കുകയും ചെയ്തവർ കൊണ്ടുപോകുന്ന ആ പ്രോട്ടീനും ആ പറയുന്ന ഫുഡും ആ പറഞ്ഞ പോഷകാഹാരവും, ഞാനിത് ഒരു ഉപമയാണ് കേട്ടോ, നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മുടെ അമലുകളാണ്. അതായത് നമ്മളൊരു അമല് സ്വാലിഹാത്ത് ചെയ്തപ്പോൾ നമ്മൾക്ക് നമ്മുടെ റൂഹിന് കിട്ടിയിട്ടുള്ള ആത്മീയമായിട്ടുള്ള അനുഭൂതി, ആത്മീയമായിട്ടുള്ള അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകാര്യമായ അമല് സ്വാലിഹാത്തിൽ അതും കൊണ്ടാണ്, അതാണ് പിന്നീട് നമ്മുടെ ആ മരണാനന്തര ജീവിതത്തിലെ ആ റൂഹിൻ്റെ വളർച്ചക്ക്, ആ റൂഹ് ഒരു ശരീരമായി മാറുന്ന കാര്യം നമ്മൾ മരണാനന്തര ജീവിതത്തിൽ പറയാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത് ആണ് മരണവേദന. ഇതൊരു മരണവേദന. അപ്പൊ രണ്ട് മരണവേദന കണ്ടു. അപ്പൊ രണ്ടും
രണ്ട് രീതി, ഒന്ന് ഭൗതികമുണ്ട്, ആത്മീയമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആത്മീയമായ മരണം എന്നുള്ളതാണ്. മറ്റേത് നമ്മുടെ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു അറിയാലോ. നമ്മുടെ ശരീരം മണ്ണിലോട്ട് വെക്കും. അത് പറഞ്ഞതാണ് ആദം നബി അലൈഹി സ്വലാത്തു. അതായത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീരം മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു. അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ എന്ന് പറയുമ്പോൾ ഈ മനുഷ്യകുല മുഴുവൻ നമ്മുടെ ശരീരമൊക്കെ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചതാണ്. അത് മണ്ണിലോട്ട് തന്നെ അയക്കുന്നു, മണ്ണിലോട്ട് തന്നെ കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ ശരീരം മണ്ണായിട്ട് പോകും. പക്ഷെ നമ്മുടെ റൂഹ് പോകുന്നത് എങ്ങോട്ടാണ്? അപ്പോൾ സാഹിബ അടുത്തത് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഖബറിന്റെ കാര്യമൊക്കെ. അപ്പൊ നമ്മുടെ ശരീരം വെക്കുന്നത് നമ്മുടെ പള്ളിക്കാട്ടിലുള്ള നമ്മുടെ 6 അടി മണ്ണിലാണ്. അവിടെ നമ്മുടെ ശരീരം എന്താണ്, അത് ജീർണിച്ചു പോകുന്നു, ശരീരം നശിച്ചു പോകുന്നു. പക്ഷെ നമ്മുടെ ആത്മാവ് പോകുന്ന ഒരു ഖബറുണ്ട്. നമ്മുടെ ആത്മാവ് പോകുന്നതും ഒരു ഖബറിലോട്ടാണ്, ഒരു ബർസക്ക് എന്ന് പറയുക. ആ ലോകത്തിന് ബർസക്കിയായിട്ട് ലോകമാണ്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിന് തത്തുല്യമായിട്ടുള്ള, അതായത് ഗർഭപാത്രത്തിനോട് ഉപമിക്കാൻ പറ്റുന്ന ഒരു ലോകമാണ്. അതായത് ഗർഭപാത്ര ലോകത്ത് എന്താ സംഭവിച്ചത്? ഗർഭപാത്ര ലോകത്ത് സംഭവിച്ചത് പരിശുദ്ധ ഖുർആൻ പറയുന്നത് നമ്മളൊരു ഒന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു ദ്രാവകമായിരുന്നു. ആ ദ്രാവകം കണ്ടാൽ നമ്മൾ പറയും ഇതിൽ നിന്ന് ഇങ്ങനെയുള്ളൊരു ജീവിവർഗം ഉരുത്തിരിഞ്ഞ് വരും എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത ഒരു വസ്തുവിൽ നിന്ന് നമ്മുടെ ശരീരം രൂപപ്പെടുകയാണ്. ആ ശരീരത്തോടൊപ്പം നമ്മുടെ ആത്മാവ് റൂഹും രൂപപ്പെട്ട സമയമാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്, നമ്മുടെ ഗർഭപാത്രത്തിൽ സംഭവിച്ചത്. ആ ഗർഭപാത്രത്തില് നമ്മുടെ ദുനിയാവാകുന്ന ലോകത്തിൽ ജീവിക്കാൻ ഉതകുന്ന ഒരു ശരീരത്തെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെട്ടു. ദുനിയാവിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണണം, നമുക്ക് ശ്വാസകോശം വേണം ശ്വസിക്കാന്, കൈകാലുകൾ വേണം ഈ ദുനിയാവിൽ പ്രവർത്തിക്കാനും, ദുനിയാവിൽ എങ്ങനെ നമ്മൾ ജീവിക്കാൻ ഉതകുന്ന, ഈ ദുനിയാവിൽ നമുക്ക് ജീവിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ശരീരത്തെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് രൂപപ്പെടുത്തി. അപ്പൊ നമ്മുടെ മരണാനന്തരം നമ്മുടെ ആത്മാവ് പോകുന്നതായിട്ടുള്ള ഗർഭപാത്രത്തിന് തത്തുല്യമായ ബർസക്കിൽ അതിന് ശേഷമുള്ള ഒരു ലോകമുണ്ട്. അതാണ് സ്വർഗീയ ലോകം. ആ സ്വർഗീയ ലോകത്തില് ഉള്ള അനുഭൂതികൾ, സ്വർഗീയ ലോകത്തിൽ ലഭ്യമാകുന്ന അനുഭൂതികൾ അനുഭവിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ശരീരത്തെ രൂപപ്പെടുത്തുന്ന ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിന് തത്തുല്യമായ ലോകമാണ് ബർസക്കി ലോകം. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പം മരണത്തിന്റെ വേദനയെ കുറിച്ചാണ് പറഞ്ഞത്. ഇതിൽ ഡൗട്ടും കാര്യങ്ങളും ഉണ്ടായിരിക്കാം. കാരണം നമ്മളിത് പെട്ടെന്ന് മനസ്സിലാവുന്ന കോലത്ത് മാത്രം സംസാരിക്കുന്നതാണ്. അപ്പോൾ ഇതിന് കൂടുതൽ വിശദീകരിക്കാൻ ഈ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരുപാട് വ്യക്തികൾക്ക് സാധിക്കും. ടൈമിന് എന്തെങ്കിലും സംശയം ഉണ്ടാകുമ്പോൾ അവർ പ്രതികരിക്കും, അല്ലെങ്കിൽ എനിക്ക് പ്രതികരിക്കാൻ കഴിയുന്നതാണ് ഞാനും പ്രതികരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.